നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ മലയാളി ഫ്രമിന്റെ എന്ന സിനിമ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ മലയാളം, അതായത് ആൽപ്പങ്കൽ ഭൂമി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ സിനിമയാണ്. ഈ സിനിമ ഏകദേശം 2 മണിക്കൂർ 38 മിനിറ്റ് ദൈർഘ്യമാണ്. ഇതിൽ അവന്റെ വീടും നാടും നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിലുള്ള പോലും ചെറിയ ചെറിയ കളിയും അവന്റെ പ്രണയവും അവന്റെ ചെറിയ വികൃതികളും ചെറിയ കളിയും എന്നാൽ കളിയിലൽപ്പവും കാര്യമുള്ള ഒരു കഥയാണ് മലയാളി ഫ്രമിന്റെ. എല്ലാവരും ചോദിക്കുന്ന പോയിന്റായിരുന്നു എന്താണ് പ്രൊമോഷൻ. ഇതിനായാലും ഞാനായാലും അല്ലെങ്കിൽ നാഷണൽ ഇന്റർവ്യൂസ് ആക്ച്വലി ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു. ആക്ച്വലി ഷൂട്ടിന്റെ ഇടയിലായിരുന്നു ഞാനായാലും ഞാൻ വിളിച്ചതാണ്. പക്ഷെ ഞാനിവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വന്ന് പ്രോബ്ലി നാളെ മറ്റന്നാളോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് PR ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ഇന്റർവ്യൂസും എല്ലാം പതുക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് കിടക്കുകയാണ്. പ്രൊമോഷൻ സൈഡിലോട്ട് കിടക്കുകയാണ്. അത് ആദ്യമായിട്ടാണ് സിനിമ ഇന്ന് തൊട്ട് നമ്മളൊരു പ്രശ്നത്തിൽ വെച്ചത്. നാളെ സിനിമ ഇറങ്ങിയാണ്. അവിടെ നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിലോട്ട് നേരെ കിടക്കും. പിന്നെ അങ്ങനെ അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇതിൽ എല്ലാവരെയും നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ മഞ്ജു പറഞ്ഞപ്പോൾ ജീവിതം പറയാം. ഞാൻ ഇവിടെ വിളിച്ചോടിപ്പോയെന്നല്ല, ഞാൻ ഇവിടെ തന്നെ പറയുന്നത്. എല്ലാവരും നമ്മൾ ഇനി ഒരുമിച്ച് ഈ സിനിമയിൽ ആസ് എ മലയാളി നമ്മൾ മുന്നോട്ട് പോയിരുന്നു. പിന്നെ എനിക്ക് ഈ സിനിമയെ പറ്റി നാളെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തെ നിങ്ങൾ എന്ത് രീതിയിലെടുക്കും എനിക്കറിയില്ല. നിങ്ങൾ സിനിമ കാണാൻ നിങ്ങൾക്കത് ചിലപ്പോൾ ഇഷ്ടമാവാതിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആസ് എ മലയാളി നിങ്ങൾ ഈ സിനിമ നിരാശപ്പെടുത്തിയില്ല. ഇതാണ് എനിക്ക് തരാനുള്ള വാക്ക്. അത് നിങ്ങൾ നാളെ വന്ന് സിനിമ കണ്ട് സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കണം. സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു. പറഞ്ഞതുപോലെ ഇപ്പൊ ക്വീൻ എന്നുള്ള സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേറെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റിയ ക്യാമ്പസിലെ പിള്ളേർക്കാണ്. അവർക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് അത് തന്നെയാണ് ഇപ്പൊ പ്രധാന ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഉത്തരപ്പാണ്. ക്വീൻ അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ജനഗണമനം മോർ ഓഫ് നമ്മൾ കണ്ടതുപോലെ കേട്ടതുമായ ഏതൊരു ഇൻസിഡന്റിലേക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്, കൂടുതൽ പ്രാർത്ഥനയാണ്. കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്ക് ഞങ്ങൾ വെച്ചത്. ജനഗണമന എന്ന ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറെ കിട്ടിയത്. അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ ആൽപ്പങ്കൽ ഭൂമിയുടെ കഥയാണ്. ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അവന്റെ ആ യാത്ര അല്ലെങ്കിൽ അവന്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിന്റെ ടീച്ചർ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഇവയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും കൃഷ്ണ സോങ് ഇറങ്ങിയ സമയത്തും ഞങ്ങൾ കണ്ണെല്ലാം പ്രശ്നം ഞാൻ ബോംബെ വരുന്ന ഔട്ടാർ കോമഡി ചിത്രമായിരുന്നു. പക്ഷെ ഇന്നലെ ഒരൊറ്റ ടീച്ചറും എന്റെ ഇത് മാറ്റി. ശരിക്കും ഇത് ഏത് ടൈപ്പ് ജോണേഴ്സ് ഇതാണ് ചോദിച്ച ചോദ്യമാണ്. ഞങ്ങൾ ഇതിന്റെ ടീച്ചർ ഇടാനുള്ള കാര്യം ഞങ്ങൾ പ്രൊമോ ചെയ്ത സമയത്ത് ഞാനും വിവിധ തമ്മിലുള്ള ഒരു ജിമ്മിലെ സീക്വൻസ് അത് പ്ലാൻഡ് സീനായിരുന്നു. അപ്പൊ അത് നമ്മൾ ചെയ്തു. ആൾക്കാർ ഭയങ്കര റെസ്പോൺസിബിലിറ്റി. പക്ഷെ അതിൽ നമ്മൾ ചെറുതായിട്ട് ഹിന്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ അതല്ല. സിനിമയിൽ ചെറിയ കൊച്ചു തമാശകൾ ഉണ്ടാവും, കാര്യമുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവന്റെ കളിയിൽ അല്പം കാര്യമുള്ള സിനിമയാണ്. അപ്പൊ പക്ഷെ എനിക്കൊരു പ്രേക്ഷകർ ആ പ്രോമോ കണ്ടപ്പോഴും അല്ലെങ്കിൽ വേൾഡ് മലയാളി ആന്തം കണ്ടപ്പോൾ എല്ലാവരും ആ കളിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയി. എല്ലാവരും വിചാരിച്ചു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാഫ് റയറ്റാണ് സിനിമ. അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ പ്രേക്ഷകർ ഞങ്ങൾക്ക് തന്ന ദൗത്യമാണ്. കാര്യം ഞങ്ങൾ ചിരിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. കുറെ നാളുകൾ വേറൊരു സ്ട്രീം ഓഫ് സിനിമ അക്സെപ്റ്റ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട്. അപ്പോൾ ഇതിന്റെ തമാശ വരുന്നത് അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം വരികയും തിരിച്ച് അതിലോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാവരും പ്രതീക്ഷ കുറെ കൂടെ കളികളിൽ മാത്രമേ. അപ്പോഴാണ് ഞങ്ങളുടെ കളിയിൽ അല്പം കാര്യമായ രീതിയിലേക്ക് ആ ടീച്ചറുണ്ട്. അപ്പോൾ എനിക്കൊന്നും അത് കുറച്ചും കൂടെ ഇന്നിപ്പോ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ടാവും. അതാണ് പ്രധാന ചോദിച്ചതിന്റെ റീസൺ. നിങ്ങൾ തന്നെ തന്ന നിങ്ങൾ
റെസ്പോൺസിലാണ് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഞങ്ങൾ അതിൻ്റെ ഒരു ടീച്ചറിലോട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റിയത്. അതാണ് എൻ്റെ റീസൺ. ഇവിടെ ഇപ്പോ ഈ എല്ലാവരും ടീച്ചർ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ടോ ഈ നിവിൻ പോളി അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സോണിലേക്ക് കൊണ്ടുവരുന്നുള്ളത്. ശരിക്കും അവിടെ ഇപ്പോ രണ്ടാമത്തെ ടീച്ചർ ഇട്ടപ്പോഴും ശരിക്കും അവിടെ സംഭവിച്ച ഒരു റീഡിഫൈനിങ് ഫാക്ടർ ഉണ്ടല്ലോ. അദ്ദേഹത്തിനെ പോലെ ഒരു സ്റ്റാറിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ചെയ്യിക്കാം. ശരിക്കും ഓൺ ദി ഫസ്റ്റ് ഡ്രാഫ്റ്റ് നിവിൻ പോളി ചിത്രമായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ചെയ്യുന്ന സിനിമകൾ പൊതുവെ ഐ ഡിപ്പെൻഡ് മോർ ഓൺ ടു ദ കഥ. അതായത് നമ്മുടെ സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഷാരിസ് ആണെങ്കിലും ഇപ്പൊ നേരത്തെ ടീച്ചറിന്റെ അടുത്ത് മുന്നേ ഷാരിസ് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാരിസ് പിന്നെ എപ്പോഴും ഒരു ദിവസം ചുമ്മാ തമാശയിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട്. അത് മീതി ആസ് എ മലയാളി എനിക്ക് കിട്ടിയ ഒരു വികാരമായിരിക്കും. എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട്. അപ്പൊ അതിനിടയിൽ ഞാനും ഇവരും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്യാമെന്നുള്ളത് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റാണ് ഈ മലയാളി ഫാമിലി. അതല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു. പക്ഷെ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും. ഇതിലെ ടീച്ചറാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നിവിൻ പോളിയുടെ ഒരു ഹ്യൂമൻ സൈഡ് മാത്രമാണ്. ശരിക്കും ഈ സിനിമയിൽ എനിക്ക് കുറേ ഒരു ഇമോഷണൽ ഒരു 360 ഡിഗ്രി നിവിൻ പോളിയുടെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നാളെ നമ്മൾ സിനിമ കണ്ടിട്ട് പറയാം. എങ്കിൽ തന്നെ മലയാളത്തില് ഭയങ്കര നാച്ചുറൽ ആയിട്ട് കോമഡി പ്രസന്റ് ചെയ്യുന്ന ചുരുക്കം ആക്ടേഴ്സിൽ ഒരാളാണ് നിവിൻ പോളി. അപ്പൊ പ്രേക്ഷകര് ബേസിക്കലി അത്തരത്തിലൊരു നിവിൻ പോളിയെ കാണാൻ കാത്തിരിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങള് പ്രൊമോ കണ്ടതാണ്. പ്രൊമോയിലൊക്കെ മാക്സിമം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ്. ഹ്യൂമർ ട്രാക്ക് ഭയങ്കര അത് ഈ സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള. പക്ഷെ പ്രൊമോയിലായാലും മലയാളി ആണെങ്കിലും ഓവർ ചെയ്തേക്കാം. ശരിയല്ല, അത് കോമഡിക്ക് വേണ്ടി സെൽഫ് റോളിന് വേണ്ടി വെച്ചതാണ്. സിനിമ അതല്ല. സിനിമ വളരെ അവന്റെ ആ റിയൽ ആയിട്ട് നാച്ചുറൽ സിനിമ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണം. അതുപോലെ നമുക്കൊരു എന്താ പറയാ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം സിനിമ അവന്റെ അതിലൂടെ സഞ്ചരിക്കണം. അപ്പൊ ഇത് വളരെ സാധാരണ സിനിമയിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റ് മൊമെന്റ്സ് ഉണ്ടാവും. അതേ ഉള്ളൂ. ഞാൻ ഒരു സ്ഥലത്തും ഓവർഡൂ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ എല്ലാ ഷെയ്ഡ്സും കിട്ടും. അതെ, സുദീപ് ജസ്റ്റ് പരിചയപ്പെടുത്താം. നമ്മുടെ കൂടെ നമ്മുടെ DOP ആണ്. അപ്പൊ സുദീപ് സിനിമാറ്റോഗ്രാഫർ ഞാൻ പറഞ്ഞ പോയിന്റ് നമ്മൾ നേരിടുന്ന പ്രശ്നം ടീനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങളിപ്പോ പറഞ്ഞു, നമ്മുടെ വൈകിട്ട് പറഞ്ഞു മലയാളി സിനിമ മലയാളത്തിൽ തന്നെ കാണട്ടെ എന്ന് പറയുന്നത്. നമ്മുടെ സിനിമയ്ക്ക് പറയാൻ പുറത്ത് സ്വീകാര്യത കുറവാണ്. നമ്മുടെ വലിയ സിനിമകളാണെങ്കിൽ പോലും ഇവിടെ ഹിറ്റാവുന്ന പല സിനിമകളും ഇപ്പോ സ്വീകാര്യത വന്നു തുടങ്ങി. അതിപ്പോ ഡബ്ബിയിലാണെങ്കിൽ പോലും. അപ്പൊ മലയാളികളിലേക്ക് നമ്മൾ മലയാളികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെയാണോ അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ അതാണോ ഈ സിനിമയുടെ ഒരു നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു ഒരാളെ കാണാം. അയാളെ നമ്മൾക്ക് ആസ് എ മലയാളികൾ ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും, കണക്റ്റബിൾ ആയിരിക്കും. അതല്ലാതെ അയാളൊരു പ്രോബ്ലം സോൾവ് ചെയ്യും അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷനാണ് അങ്ങനത്തെ ഒരു പർപ്പസ് നമ്മുടെ മലയാളി ഫാമിലിയിൽ തന്നെയില്ല. നമ്മുടെ സിനിമ പ്യുവർ എന്റർടൈൻമെന്റ് കൊടുക്കാന്നുള്ള ഒരു ഉദ്ദേശവും ആ എന്റർടൈൻമെന്റ് ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കളിയുണ്ട്. അൽപ്പറമ്പിൽ ഗോപി മൽഘോഷും ഇവരുടെ കളി തമാശകളൊക്കെ ചെറിയ രീതിയിലുണ്ട്. അത് കൂടാതെ അല്പം കാര്യമുള്ള സിനിമ. അതല്ലാതെ ഈ ടൂ മച്ച് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് അത് നേരത്തെ ടാക്സ് പറഞ്ഞതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. രണ്ട് ചോദ്യം ചോദിക്കേ. ഒന്ന് ഫസ്റ്റ് മൂവി തൊട്ട് ഈ 3 സിനിമകളും ഷാരിസിനോട് ഓട്ടം പിടിച്ചിട്ടുണ്ട്. അത് മറ്റൊരാളെ സെലക്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറവാണോ അതോ ഷാരിസിനോടുള്ള കോൺഫിഡൻസിന് കൂടുതലാണോ? അല്ല, ബേസിക്കലി എനിക്ക് പേഴ്സണലി ഞങ്ങൾ വിളിച്ചു തോന്നുന്നത് ഞാനും ഷാരിസും. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പക്ഷെ ആ സൗഹൃദത്തിനേക്കാളും കൂടുതൽ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നവർ പലരും എന്നോടുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഈ സിനിമ കമ്മിറ്റ് ചെയ്തു. ലിസ്റ്റിൻ എന്റെ സൗഹൃദത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഞാൻ പോയാണെന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റിൻ ശരിയാണ്. പറഞ്ഞിട്ട് ആ സിനിമ ഇത്ര പൈസ മുടക്കി അതൊക്കെ ശരിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ആസ് എ ഡയറക്ടർ ഞാനൊരു സിനിമ ചൂസ് ചെയ്യുന്നത് അതിന്റെ കഥ അല്ലെങ്കിൽ അതിന്റെ സോൾ നമുക്ക് കണക്ട് ആവുമ്പോഴേ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പൊ
അതുകൊണ്ട് മാത്രമാണ് അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. സൗഹൃദമാണ് ഈ പറഞ്ഞ പോലെ എന്താ പാരീസുമായിട്ട് സൗഹൃദം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു 150 സിനിമ ചെയ്യണം. കാര്യം അവരെ പല കഥകളും ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെ വായിച്ചത് വർക്കായില്ലേ എന്ന് അവരോട് കാര്യം ഞങ്ങൾ നമ്മുടെ ബന്ധമാണ്. അങ്ങനെ വർക്ക് ആവാത്തതാണോ വേറെ ആരെങ്കിലും ചെയ്തത്? ഇല്ലില്ല, അതാണ് എന്നോട് നല്ലതാണ്. ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇപ്പോ നമ്മൾ ക്യൂരില് ഒരു പ്രൊഫസറായിട്ട് നെക്സ്റ്റ് മൂവി ജനറൽ പ്രൊഫസർ. അപ്പൊ അതിനിപ്പോ പല കൊള്ളക്കാരന്റെ പോകുന്നവരൊക്കെ ഉണ്ടായില്ലേ, ഈ പ്രൊഫസറിനെ തെരഞ്ഞെടുത്തത് ബോധപൂർവ്വം എടുത്തതാണ്? അത് അങ്ങനത്തെ സിനിമയിൽ അവിടെ ഒരു ഏരിയ വന്നു ഞാനത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കി എടുത്തത് മാത്രമാണ്. രണ്ടാമത് ഒന്നുമില്ല. ശരി, ഇല്ല ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് അത് വന്നു ചേർന്നതാണ്. എല്ലാവരും ഇപ്പൊ ഇതിനകത്ത് പ്രോമോ ചെയ്തത് ഞാൻ ഡയറക്ടറായിട്ട് സിമ്പിൾ. വേറെ അല്ലെങ്കിൽ എന്താ പറയാ എല്ലാം അഹങ്കാരം ഇതെല്ലാം നമ്മുടെ വികാരമല്ലേ. ഇത് നമുക്ക് എല്ലാ രീതിയിലും കാണിച്ചാണ്. സൗഹൃദം മാത്രമല്ല, എല്ലാം ചെറിയ വികൃതി അല്ലെങ്കിൽ ഈ പറഞ്ഞ പാടിപ്രായ പെണ്ണിന്റെ കൂടെ നടക്കില്ല. അതാണ് എല്ലാം അടങ്ങുന്ന കുറെ ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് അയാളുടെ നല്ല സുഹൃത്തായ മൽഘോഷ്. സുഷിച്ചാമെല്ലാം ഇത്രയും പോപ്പുലർ ആയിരിക്കുന്ന സമയത്ത് ജയിച്ചിട്ട് കൊണ്ടുവരാനുള്ള കാരണം അത് ബേസിക്കലി ജെയ്സിനെ കൊണ്ടുപോകുന്നല്ല. അദ്ദേഹം ഞാൻ ക്വീൻ ചെയ്ത സമയത്ത് ജെയ്സാണ്. അപ്പൊ എന്റെ ആ സമയം മുതൽ ഞാൻ ബേസിക്കലി മ്യൂസിക് ഡയറക്ഷൻ ആഗ്രഹിച്ചു നടന്നതാണ്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയത് ജെയ്സിന്റെ മലയാളി എന്ന് പറഞ്ഞ ആൽബം. അങ്ങനെയാണ് ഞാനൊരു ആൽബം ചെയ്യാൻ ശ്രമിക്കുകയും ലാഖുച്ചിന്റെ ഒരു ആൽബം ചെയ്താണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ജെയ്സിലൂടെ വന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് കംഫർട്ടബിളാണ്. അപ്പൊ അതിനുശേഷം ജെയ്സ് ഞാൻ ക്വീൻ ചെയ്തത് ജനഗണമനയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളി സമിതി. അപ്പൊ എന്റെ കൂടെ ഇപ്പൊ അതൊരു സൗഹൃദമാണ്. ഞങ്ങളൊരു ആസ് എ ടീം വർക്ക് ആവുന്നത് എല്ലാ രീതിയിലും കണക്ട് ആവുന്നത്. അതുകൊണ്ടാണ് സുഷിൻ എനിക്ക് ഭയങ്കര അവരെല്ലാം ഭയങ്കര ഇൻസ്പയർഡ്. സുഷിന്റെ വർക്ക് മന്മയിലൊക്കെ. അപ്പോൾ ജെയ്സ് ഭയങ്കര ഇൻസ്പയർഡ്. ഞങ്ങൾ തമ്മിൽ ആ പാട്ടുകളിലേക്ക് അപ്പൊ നമ്മുടെ ലിസ്റ്റിലുള്ള മെയിൻ പാട്ടുകളൊക്കെ തന്നെ. പക്ഷെ ആസ് എ സിനിമ വരുമ്പോൾ ഞാൻ ജെയ്സും കുറച്ചുകൂടെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ആസ് എ ടീം വർക്ക് ചെയ്യുന്നത്.